ഇന്ന് നമുക്കൊരു ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ? ഇപ്പം ലെമൺ റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ. ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കുക. അത് ഓരോരുത്തരുടെ ഇതാണ്, ചിലർ ചോപ്പ് ചെയ്ത് എടുക്കും. ഞാൻ സ്ലൈസ് ചെയ്താണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് എടുക്കുക. അത് വെളുത്തുള്ളി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് പച്ചമുളക് എടുക്കുക. പച്ചമുളക് കട്ട് ചെയ്ത് നീളത്തിന് കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂൺ നെയ്യ്. എണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം, കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ലെമൺ റൈസിന് കപ്പലണ്ടി ഒരു മെയിൻ സാധനമാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിടണം കേട്ടോ. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ തീ ഒന്ന് കൂടിപ്പോയി. അപ്പം ഞാനൊന്ന് കുറച്ച്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കുറച്ച് മുളകും കരിയേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരണം. അതുവരെ ഒന്ന് നമുക്ക് യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ്. എത്രയാണോ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഇളക്കുക. ആ ജ്യൂസിൽ ഈ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് സെറ്റായി വരണം. ഫ്ലേവറിന് നമ്മൾ കായം കൂടി മിക്സ് ചെയ്തു. കായവും ജ്യൂസും നന്നായിട്ട് ഒന്ന് ചൂടായി വരണം. അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ജ്യൂസ് ഒന്ന് തിളച്ച് സെറ്റായി വരണം. ആ സമയം നമ്മൾ റൈസ് കുക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കുക്ക് ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിനുള്ള റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് എടുത്തിട്ട് കുറച്ച് മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് യോജിപ്പിക്കുക. ആ ലെമൺ ജ്യൂസിൻ്റെ മസാലയിൽ റൈസ് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് കേടുകൂടാതിരിക്കാനുള്ള ഒരു ഈസി ഐറ്റമാണ് ഈ ലെമൺ റൈസ്. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒന്നതിൻ്റെ ഉപ്പൊക്കെ പാകം ആണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഏതുണ്ടാക്കിയാലും നമ്മൾ നോക്കുമല്ലോ അല്ലേ, പെട്ടെന്ന് അതിന് ഉപ്പൊക്കെ പാകമാണോ എന്നുള്ളത്. അപ്പം അതെല്ലാം നോക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും കൂടി നമുക്ക് റെഡിയാക്കാം. ലെമൺ റൈസ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്കൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ചിക്കൻ കറിയായിട്ട് വരാം. ഓക്കെ, ബൈ.